ബെഡിൽ കിടക്കണ, കോമ സ്റ്റേജിലൊക്കെ കിടക്കണ അങ്ങനത്തെ പേഷ്യൻസിന് വേണ്ടിയാണ്. ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് വേണമെങ്കിലും ഡാറ്റ മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്ത് എടുക്കാനും പറ്റും. ഉണ്ടാക്കാനാകെ ഒരു 1000 അടിയിലെ ചിലവ് വന്നിട്ടുള്ളൂ. ക്വാഡ്രാപ്ലേജിക് ആയിട്ട് അനങ്ങാണ്ട് കിടക്കുന്ന പേഷ്യൻസിനായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. വേറബിൾ മെഡിക്കൽ ഡിവൈസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് കെവിൻ. ഞാൻ സ്മെക്കിലെ എംബഡഡ് സിസ്റ്റം കോഴ്സ് പഠിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തെടുത്തൊരു പ്രോജക്റ്റാണ് ഈ സ്മാർട്ട് പേഷ്യൻ്റ് ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം. പ്രോജക്റ്റ് എന്നതിലുപരി ഒരു പ്രോഡക്റ്റായിട്ട് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇതിൽ ടെമ്പറേച്ചർ സെൻസറും ഹാർട്ട് റേറ്റ് സെൻസറും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേഷൻ വേണ്ടി ലൈറ്റും ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും ഉണ്ട്. സോ പിന്നെ ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള സെൻസറാണ്, അതും കൂടെ അറ്റാച്ച് ചെയ്യാം. സോ ഇതിൽ നിന്ന് ഡേറ്റ നമുക്ക് നേരെ ക്ലൗഡിലേക്കാണ് പോകുന്നത്. നമ്മളിതിൽ ക്ലൗഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിളിൻ്റെ ഫയർബേസ് ആണ്. ഈ ഫയർബേസിലാണ് നമുക്ക് റിയൽ ടൈം ആയിട്ട് കിട്ടുന്ന ഡേറ്റാസ് ലൈക്ക് ഹാർട്ട് റേറ്റ്, SpO2, ടെമ്പറേച്ചർ പോലുള്ള വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്ത വാല്യൂസിനെ ഫയർബേസിൽ നിന്ന് നമുക്കൊരു ആപ്പ് ത്രൂ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആപ്പ് ഞങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിലാണ് ഉണ്ടാക്കി. കോട്ട്ലിൻ ലാംഗ്വേജ് വെച്ചാണ് ഉണ്ടാക്കി. പ്രൊഡക്റ്റായി ഇറക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആപ്പാണിത്. യൂസറിന് ഒരു ലോഗിൻ പേജ് വരുന്നുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ അല്ലെങ്കിൽ പിൻ ലോക്ക് വെച്ച് ലോഗിൻ ചെയ്യാം. നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ തന്നെ ഹെൽത്ത് മോണിറ്റർ എന്ന് പറഞ്ഞ പേജ് വരും. അതിൽ ഹാർട്ട് റേറ്റ് ക്ലിക്ക് ചെയ്ത ഗ്രാഫ് കാണും, റീഡിങ്സ് കിട്ടും. ആവറേജ് റീഡിങ്, മിനിമം, മാക്സിമം, നോർമൽ അല്ലെങ്കിൽ അതിൻ്റെ വാർണിംഗ് വരും. ഇതിൽ ടെമ്പറേച്ചർ റീഡിങ്ങും SpO2 റീഡിങ്ങും അതിൻ്റെ ഗ്രാഫും വരുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് എടുത്താൽ ഡേറ്റിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് യൂസർ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഈ ആപ്പ് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് യൂസർക്കായാലും കെയർ ടേക്കേഴ്സിനായാലും നമ്മുടെ ഡോക്ടേഴ്സിനായാലും ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് വേണമെങ്കിലും ഡാറ്റ മോണിറ്റർ ചെയ്ത് പേഷ്യൻറ്റിന് വല്ല സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാണെങ്കിൽ ഈ ആപ്പ് വാർണിംഗും കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള എമർജൻസി മെഷേഴ്സും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഫിസിക്കലായിട്ട് ഇപ്പോൾ പാരലൈസ് ആയി കിടക്കുന്ന ആളായാലും അനങ്ങാണ്ട് കിടക്കുന്ന പേഷ്യൻസിനായിട്ടും ആയാലും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കണത്. അപ്പോൾ ഇതേപോലത്തെ തന്നെ സ്മാർട്ട് വാച്ച് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് ആയാലും അതൊക്കെ കോസ്റ്റ്ലി ആണ്. ഇത് അത്രയും കോസ്റ്റും വരുന്നില്ല, പിന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ആയാലും ഉണ്ട്. ഇതിൻ്റെ ഡാറ്റാസ് വരുന്നതായാലും ഓൾമോസ്റ്റ് 99% ട്രൂ ഡാറ്റയാണ് എടുക്കുന്നത്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ അറൗണ്ട് നമുക്കൊരു 2 days ബാക്കപ്പ് കിട്ടും. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാനാകെ ഒരു 1000 അടിയിലെ ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ ഇത് മെയിനായിട്ട് ഒരു സ്മാർട്ട് വാച്ചിലുപരി ഒരു വേറബിൾ മെഡിക്കൽ ഡിവൈസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.